ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് കൺമണിയോട് തന്റെ മനസ്സിലുദിച്ച ആ ഒരു ആശയം തുറന്നു പറയുകയാണ്. അതായത് ആ ഫാക്ടറിയിൽ ഇപ്പൊ 100 ജീവനക്കാരാണല്ലോ ഉള്ളത്. ഒരാളുടെ ശമ്പളം 10,000 രൂപ, 100 പേർക്കും കൂടെ 10 ലക്ഷം രൂപ ശമ്പളം. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണെങ്കിൽ ഫാക്ടറിയുടെ അധിക വരുമാനം ഒരു ദിവസം 1 ലക്ഷം രൂപയായിരിക്കും. രാവിലെ അരമണിക്കൂർ നേരത്തെ ജോലിക്ക് കയറുക, വൈകുന്നേരം അരമണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുക. ഇങ്ങനെ 3 മാസം തുടർന്നു കഴിഞ്ഞാൽ എല്ലാ ജീവനക്കാർക്കും കുടിശ്ശികയായിട്ടുള്ള ശമ്പളത്തുക ഈസി ആയിട്ട് നമുക്ക് കൊടുത്തു തീർക്കാനും പറ്റും. മാത്രമല്ല അവരാവശ്യപ്പെട്ട ശമ്പള വർധനവും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് ഫാക്ടറിക്ക് 18 ലക്ഷം രൂപ അധിക വരുമാനവും ലഭിക്കും. ഇതാണ് കൺമണി എന്റെ മനസ്സിൽ തോന്നിയ ആശയം. എങ്ങനെയുണ്ട് എന്ന് കൃഷി കൺമണിയോട് ചോദിക്കുമ്പോൾ കൺമണിയാണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ, ഒന്നും പറയാനാവാതെ. അപ്പോ അത് കാണുമ്പോൾ കൺമണിയുടെ ആ ഒരു സൈലൻസ് കാണുമ്പോൾ കൃഷി പറയും, പോരാ അല്ലേ, വർക്കൗട്ട് ആവില്ല, മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സൊല്യൂഷൻ പോലെ ആയിപ്പോയല്ലേ. എന്നാൽ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കൺമണി കൃഷിനോട് കൈ തരാൻ ആവശ്യപ്പെടുകയാണ്. കൃഷി കൈ നീട്ടുമ്പോൾ കൺമണി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എനിക്കിത് കേട്ടിട്ട് തോന്നുന്നത്. രണ്ടുപേർക്കും നഷ്ടമില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം. സത്യമാണ് സർ, ഇതെന്തായാലും വർക്കൗട്ട് ആവും. പക്ഷെ കേണൽ സാറിനെയും തൊഴിലാളികളെയും ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നോർത്താണ് വിജയം. അവർക്കിതിന്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. കൺമണിയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും കൃഷ്ണൻ ചോദിക്കുകയാണ് സന്തോഷത്തോടുകൂടി, അപ്പൊ ഓക്കെ ആണ് അല്ലേ? ഓക്കെ ആണ് സാർ, ഡബിൾ ഓക്കെ. സത്യത്തിൽ സാറ് തോട്ടം മാനേജറെ കാണാൻ പോയപ്പോ ഞാൻ ആ കാവില് വനദുർഗയോട് പ്രാർത്ഥിക്കുകയായിരുന്നു, സാറിനെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി പൂർത്തിയാക്കാൻ ഒരു വഴി കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വനദുർഗ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ ആ പറഞ്ഞത് കൃഷ്ണന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഉറക്കമൊഴിച്ച് ചിന്തിച്ചെടുത്തതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൺമണി അങ്ങോട്ട് വനദുർഗയ്ക്ക് കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുകയാണ്. കൺമണിയാണെങ്കിൽ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. തുടർന്ന് കൃഷി കൺമണിയോട് പറയുകയാണ്, ഈ ചിന്തയിലേക്ക് ഞാൻ എങ്ങനെയാ പോയതെന്നറിയോ? അന്ന് മാനസ കൺമണിക്ക് പണിഷ്മെന്റ് തന്ന് നിന്നെ രാവിലെ വരെ ഓഫീസിൽ ജോലി ചെയ്യിപ്പിച്ച ഓർമ്മയില്ലേ? അന്ന് നമ്മൾ വഴക്ക് കൂടിയ ആ ദിവസം. അന്ന് കൺമണി കംപ്ലീറ്റ് ചെയ്ത ആ വർക്കുകളിലൂടെ കമ്പനിക്ക് അത്യാവശ്യം നേട്ടമൊക്കെ ഉണ്ടായി കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്തയിലേക്കും വന്നത്. ഇതറിയുന്നതും കൺമണി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അന്നത്തെ ആ ലാഭത്തിന്റെ വിഹിതമൊന്നും എനിക്ക് തന്നില്ലല്ലോ. ശരി, ഞാൻ ലാഭവിഹിതം തരാൻ പറഞ്ഞ് കൺമണി കൈ നീട്ടുന്നുണ്ട്. ഉടനെ കൃഷ്ണ ലാഭവിഹിതം നിരസിക്കാൻ പാടില്ല, ഉറപ്പല്ലോ എന്ന് വീണ്ടും ചോദിക്കുമ്പോ ഉറപ്പെന്ന് കൺമണി പറഞ്ഞു തരണ്ട. കൃഷി വേഗം തന്നെ കൺമണിയുടെ കവിളത്ത് ഒരു മുത്തുക അങ്ങോട്ട് കൊടുക്കുകയാണ്. കൺമണിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ഇതാണോ ലാഭവിഹിതം എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷി ആണെങ്കിലും കൺമണിയെ കളിയാക്കുകയാണ്. അതെ, എന്നാ കുറച്ചും കൂടെ ലാഭവിഹിതം തന്നാലോ? വീണ്ടും മുത്തുകവ് തരാനാണെന്ന് കരുതുന്ന കൺമണിയാണെങ്കിൽ കൃഷ്ണനെ മാറ്റിയിട്ട് ആ ചെവിയൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. അതിന്റെ വേദനയിൽ കൃഷ്ണ ആണെങ്കിലും ഞാൻ ലാഭവിഹിതം തരുന്നില്ല എന്ന് തന്നെ പറയും. കൺമണിയാണെങ്കിൽ കൃഷ്ണ ഒരു പണിഷ്മെന്റ് എന്ന പോലെ കൃഷ്ണന്റെ ചെവി പിടിച്ച് തിരിച്ചൊക്കെയാണ് നടത്തുന്നത്. താമസിയാതെ തന്നെ കൃഷ്ണൻ കൺമണിയും കൃഷ്ണന്റെ മനസ്സിൽ തോന്നിയ ആ ആശയം കേണലിനോടും തുറന്നു പറയുന്നുണ്ട്. അപ്പൊ കേണൽ അത് കേട്ടിട്ട് കൺമണിക്ക് കൈ കൊടുത്തുകൊണ്ട് പറയാണ്, കൺമണി ഈ സൊല്യൂഷൻ നല്ലതാ, ഇതെന്തായാലും വർക്കൗട്ട് ആവും. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതിന് കൺഗ്രാറ്റ്സ്. എന്നാൽ കൺമണിയാണ് ഈ ആശയത്തിന്റെ പുറകിലെന്ന് വിശ്വസിച്ചിരുന്ന കേണലിനോട് കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിന് പിന്നിലുള്ള ബുദ്ധി എന്റെ അല്ല, കൃഷ് സാറിന്റെ ആണെന്ന്. എന്നാൽ കേണലാണെങ്കിൽ ഫുൾ ക്രെഡിറ്റും കൃഷിന് കൊടുക്കാൻ തയ്യാറല്ല. ഇതിന്റെ പിന്നിൽ കൺമണി തന്നെയാണ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് കേണൽ പറയുന്നത്. അതും പറഞ്ഞ് കൺമണിയെ വീണ്ടും അഭിനന്ദിക്കുന്നുണ്ട് കേണല്. എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, കൺമണിയെ ഇങ്ങനെ അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേന്ന്. അപ്പൊ കൃഷി ചിരിച്ചുകൊണ്ട് കേണലിനോട് പറയുകയാണ്, എന്നെ പ്രകോപിപ്പിക്കാനാണ് കേണൽ സാർ കൺമണിക്ക് കൈ കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാനും കൺമണിയും ഒന്നാണ്. കൺമണിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത അത് എനിക്കും കൂടെ ഉള്ളതാ. കൃഷിന്റെ ആ മറുപടി കേണലിന് നല്ലോണം രസിക്കുന്നുണ്ട്. അയാൾ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കേണൽ കൃഷിനും കൈ കൊടുത്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിന്റെ ഈ മാറ്റം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെയൊരു തോന്നൽ എന്തുകൊണ്ട് എന്റെ മനസ്സിൽ ഇതുവരെ തോന്നിയില്ലെന്നാണ് ഞാനിപ്പോ വിചാരിക്കുന്നത്. നീ മിടുക്കനാടാ, മിടുക്കൻ എന്നൊക്കെ പറഞ്ഞ് കൃഷിനെ നന്നായിട്ട് അഭിനന്ദിക്കുന്നുണ്ട് കേണൽ സാർ. പെട്ടെന്നാണ് ഷീല കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. കൺമണി ഷീലയോട് എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേണൽ സാർ ഒരാളെ ഇത്രയധികം പുകഴ്ത്തി പറയുന്നത്. അത് കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, സോറി. എന്നാൽ കേണൽ സാർ ഷീലയോട് പറയും, ഞാൻ വെറുതെ പുകഴ്ത്തിയതൊന്നുമല്ല, ഞാനൊരു ഫാക്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. തൊഴിലാളികളോട് സംസാരിച്ച് അവർ ഈ സൊല്യൂഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ കൃഷിയും കൺമണിയും കൂടെ വേണം ഈ ഫാക്ടറി നടത്താൻ. അതുകൊണ്ട് കൃഷ്, നീ ആദ്യം തൊഴിലാളികളോട് പോയി സംസാരിക്കും. അവര് സമ്മതിക്കുമെന്നൊന്നും അറിയില്ല, പ്രത്യേകിച്ച് ആ വാസുകി. പക്ഷെ നിനക്ക് അവരെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ സാധിക്കും. ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് കേണൽ അവിടെ നിന്നും പോവുകയാണ്. കൃഷിനും കൺമണിക്കും ആണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കൺമണി ആ സന്തോഷത്തില് കൃഷിനെ മതി മറന്ന് കെട്ടിപ്പിടിക്കും. കൃഷിന് ഉമ്മ കൊടുക്കും.
ഇതൊക്കെ കണ്ട് നാണിച്ചു നിൽക്കുകയാണ് ഷീലയും. സത്യത്തിൽ പെട്ടെന്നുള്ള ഒരു സന്തോഷത്തിലാണ് കൺമണി ഇങ്ങനെ ചെയ്തത്. ഷീല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പോലും ഓർത്തിരുന്നില്ല. എന്തായാലും കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഷീല അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ഷീലയെ നോക്കുമ്പോൾ ഷീല നാണത്തോട് പറയുന്നുണ്ട്, ഇല്ലില്ല ഞാനൊന്നും കണ്ടില്ല, പക്ഷെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് കേൾക്കുന്ന കൺമണി, ഒന്ന് പോ ഷീല ചേച്ചി എന്ന് പറയുമ്പോ, സത്യമായിട്ടും അതെ, നിങ്ങൾ നല്ല ജോഡിയാ. ഇത്രയും ചേർച്ചയുള്ള രണ്ടുപേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഷീലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ചേച്ചി വെറുതെ തല്ലി മറിക്കുകയാണല്ലോ എന്ന്. എന്നാൽ ഷീല പറയും, അല്ലല്ല ഞാൻ സത്യമാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുറിക്കകത്തിരുന്ന് ഉന്മയൊക്കെ കൊടുത്തില്ലേ, ഞാൻ അപ്പൊ തന്നെ കൺമണി കൊച്ചിനോട് വിളിച്ചു പറയുകയും ചെയ്തില്ലേ. ഇതൊക്കെ കേട്ട് കൃഷ്ണനും കൺമണിക്ക് ആകെ നാണാവുന്നുണ്ട്. ഏതായാലും ഷീല നടക്കട്ടെ. പിന്നെ ഇതിനിടയിൽ കേണൽ സാറ് പറഞ്ഞ കാര്യം മറക്കരുത്, തൊഴിലാളികളോട് സംസാരിച്ച് സമരം തീർക്കുന്ന കാര്യം. കേണൽ സാറിനെ ഞാൻ ഇതുവരെ ഇത്രയും സന്തോഷിച്ച് കണ്ടിട്ടില്ല. നിങ്ങളെ രണ്ടുപേരെയും ദത്തെടുത്ത മട്ടിലാണ് സാറിന്റെ പെരുമാറ്റം. അപ്പൊ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഷീല അവിടുന്ന് പോവുകയാണ്. ഷീല പോയി കഴിയുന്നതും കൃഷ് ആണെങ്കിലും കൺമണിയെ തിരിച്ച് കെട്ടിപ്പിടിച്ച് കൺമണിയെ തുരുതുരാ ഉമ്മ വെച്ച് ഉമ്മകൾ കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. മാനസയാണെങ്കിലും ഇവിടെ പൊന്മേട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ഹേമ വന്നിട്ട്, നീ എങ്ങോട്ടും പോകണ്ട മോളെ, നിനക്കെന്താ വട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോ ഹേമയോട് തന്നെ തടയരുതെന്ന് പറയുകയാണ് മാനസ. എന്നാൽ ഹേമ മാനസയെ പോകാൻ അനുവദിക്കുന്നില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തന്നെ പറയുകയാണ്. എന്നാൽ മാനസ പറയും, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോകും. കൺമണിയെ കൃഷിന്റെ അടുത്ത് നിന്ന് അടിച്ചോടിക്കുകയും ചെയ്യും. ഇതേ സമയം ആന്റിയമ്മ അങ്ങോട്ട് വരുമ്പോ ആന്റിയമ്മയും ഹേമ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചേച്ചിയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവളിങ്ങനെ പൊന്നുമേട്ടിലേക്ക് പോകാനിറങ്ങുന്നതെന്നും വാസ്തവത്തില് പൊന്നുമേട്ടിലേക്കല്ല പോകേണ്ടത്, തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരേണ്ടത്. ഒരു കൃഷ് അവനാരാ? ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഏതെങ്കിലും അത്ഭുത മനുഷ്യനോ? തൊലി വെളുത്തൊക്കെ പെണ്ണിനെ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു അവന്, സംസ്കാരമില്ലാത്തവൻ. ഏതായാലും ആന്റിയമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല. കൃഷ്ണനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആന്റിയമ്മ തിരിച്ചു പറയുന്നുണ്ട്, അവന് സംസ്കാരമൊക്കെ ഉണ്ട്, അവന്റെ കൂടെയുള്ള പെണ്ണിനാണ് സംസ്കാരമില്ലാത്തത്. അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ മാനസ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. ഈ പഴയ കഥകളിലൊക്കെ ഉണ്ടല്ലോ, കണ്ണും കയ്യും ഒക്കെ കാണിച്ച് പുരുഷനെ മയക്കി അവരെ വശീകരിക്കുന്ന ചില മായാമോഹിനികളെ പറ്റി. അവരുടെ പിടിയിൽ നിന്ന് ഭാര്യയാണ് ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു യുദ്ധത്തിനാണ് മാനസ ഒരുങ്ങുന്നത്. ഹേമയായിട്ട് ഇനി അവന് തടസ്സം നിൽക്കല്ലേ, മാനസ പോയിട്ട് വരട്ടെ. അതെ മോളെ, നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണമെന്ന് മാനസയെ ചുമതലപ്പെടുത്തിക്കൊണ്ടു കൂടിയാണ് ആന്റിയമ്മ അവിടെ നിന്ന് പോകുന്നത്. ആന്റിയമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഹേമ പിന്നെയും മാനസയോട് പറയും, വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന അവനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താ മോളെ ഇത്ര നിർബന്ധം? നിനക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പൊ മാനസ് പറയും, എനിക്ക് അവനെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല അമ്മേ, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക കൊണ്ട്, അടങ്ങാത്ത പക കൊണ്ട്. അവന്റെ കണ്ണീരും കാണണം, അവളുടെ കണ്ണീരും എനിക്ക് കാണണം. അതിനുവേണ്ടി അവനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. സാഗരങ്ങളുടെ മരുമകളാവുക, അലിഗയുടെ അവകാശിയാവുക, അതൊക്കെ രണ്ടാമതോ മൂന്നാമതോ ആയിട്ടുള്ള കാര്യങ്ങളാ. ആദ്യത്തേത് പക തന്നെയാ. വിവാഹം കഴിച്ച് അവന്റെ ജീവിതം ഞാൻ വലിച്ചു കീറും. അതോടെ അവളും തീരും. ഞാൻ ഇനി എന്റെ ലക്ഷ്യം കണ്ടേ അമ്മ അടങ്ങും. മാനസയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഹേമയാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽപ്പുണ്ട്. അതിനുശേഷം ജയിൽവാർഡൻ സഹദേവൻ സുമിത്രയോടായിട്ട് പറയും, സാഗർ വന്നു പോയതിനു ശേഷം ബല്ലാമനിൽ നല്ല മാറ്റം ഉണ്ടെന്നും, അതുമല്ല മുമ്പൊക്കെ അമ്മ വിളിച്ചിരുന്നു, അമ്മ എന്തെങ്കിലും വിശേഷം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ ഒന്നും തന്നെ അങ്ങനെ അന്വേഷിക്കുന്നില്ല. ഇതേ സമയത്താണ് ബല്ലാമൻ അങ്ങോട്ട് വരുന്നത്. സുമിത്ര ആണെങ്കിൽ ബലരാമനെ കണ്ടിട്ട് സ്നേഹമൊക്കെ നടിച്ച് ചെല്ലുന്നുണ്ട്. പക്ഷെ ബലരാമൻ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല സുമിത്രയ്ക്ക്. അതും കൂടെ കാണുമ്പോഴത്തേക്കും സുമിത്ര സഹദേവനോട് പറയും, സഹദേവ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് മറ്റാരെങ്കിലും ആണോ? സാധാരണ എന്റെ രാമൻ ഇങ്ങനെയല്ല നിൽക്കാറ്. എന്നെ കണ്ടു കഴിഞ്ഞ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. പക്ഷെ ഇതെനിക്ക് പരിചയമില്ലാത്ത ആരോ ആണ്. ബലരാമനാണെങ്കിൽ സുമിത്രയുടെ ഈ ഡയലോഗൊന്നും കേട്ടിട്ടും ഒരു ഭാവവ്യത്യാസവും ഇല്ല. സുമിത്രയോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് വന്ന കാര്യം എന്താണെന്ന് പറയാൻ. മോനെ, അച്ഛനും വയ്യാതിരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റായിരുന്നത്. അതിനിടയ്ക്കാണ് അമ്മ അറിഞ്ഞത് ആ സാഗർ നിന്നെ പുറത്തിറക്കാൻ പോകുന്നുവെന്ന്. അയാള് തന്നെ ഇറക്കട്ടെ. നിന്റെ ഭാവിയും ജീവിതവും ഒക്കെ തകർത്തവൻ തന്നെ അത് ചെയ്യട്ടെ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണം. അച്ഛന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ നീ പുറത്തിറങ്ങണം. അതിലാണ് ഞങ്ങളുടെ സന്തോഷം. അച്ഛന്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് നിനക്കറിയാലോ. നമ്മുടെ കുടുംബം തകർത്ത സാഗറിനെ നീ ഇല്ലാതാക്കണം. നീ സാഗറിന്റെ കാല് പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, അതെന്തിനായിരുന്നു? ഓ, അയാൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാനുള്ള നിന്റെ നാടകമായിരിക്കും അല്ലേ? ഇതെല്ലാം കേൾക്കുന്ന ബലരാമൻ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയാണെന്ന്. ഇത് കേട്ട് സുമിത്രയാണെങ്കിലും ഞെട്ടുന്നുണ്ട്. തുടർന്ന് ബലരാമൻ പറയുന്നുണ്ട്, എത്രയൊക്കെ തന്മയത്വത്തോടെ അഭിനയിച്ചാലും ശരി, അഭിനയം തന്നെയാ അമ്മ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനും സകല വികാരങ്ങളുള്ള മനുഷ്യൻ തന്നെയാ, അല്ലാതെ നിങ്ങളുടെ ചാവേറൊന്നും അല്ല. നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ വല്ല ഗുണ്ടയും വിളിക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ പണി ഞാൻ ഇതോടെ അങ്ങ് നിർത്തി. ഇനി മാന്യമായി ജീവിക്കാൻ പോവാ. നല്ല മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കള്ളക്കണ്ണീരും പഞ്ചവാക്കുകളും പഴയ പകയും ഒക്കെ പറഞ്ഞ്
എന്നെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ചേർന്ന് പറഞ്ഞു പറ്റിച്ചു. എന്നിട്ട് ദേ ഇവിടെ ജയിലിൽ വരെ എത്തിച്ചു. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ തനിനിറ. ഇപ്പോ ആട്ടും തോലിട്ട ചെന്നായ്ക്കളാണ് നിങ്ങൾ, നിങ്ങളുടെ ഭർത്താവും. ഇതൊക്കെ കേട്ട് സുമിത്രയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. ബെല്ലാമിനോട് നിർത്താൻ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് ബെല്ലാമിനോട്, മരണക്കിടക്കിൽ കിടക്കുന്ന ആ മനുഷ്യനെ നീ എന്താടാ ഇപ്പൊ പറഞ്ഞത്? എന്റെ ഭർത്താവെന്നോ? ജന്മം നൽകിയില്ലെങ്കിലും അത് നിന്റെ അച്ഛനാടാ. ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ. എന്നാൽ ഇത് കേട്ട ഉടനെ ബെല്ലാമൻ ചോദിക്കുന്നുണ്ട്, എന്നാ ആര് പറഞ്ഞു? ഭൂമിയിലെ എല്ലാവരും പോയാലും അയാൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഒരസുഖമില്ല അയാൾക്ക്. മരണക്കിടക്ക പോലും. എന്നെ വീഡിയോ കോൾ ചെയ്ത് വെറുതെ അഭിനയിക്കുകയല്ലായിരുന്നോ? കല്ല് പോലെ ഇരിക്കുന്ന ആള് മരിക്കുന്ന പോലും. ഞാനതൊന്നും വിശ്വസിക്കില്ല. സുമിത്ര ആണെങ്കിൽ അത് കേൾക്കുന്നതും രാമാന്ന് അലറി വിളിക്കുന്നുണ്ട്. ബെല്ലാമൻ അതിനും പറയും, ഇനി ഈ അട്ടഹാസ വിളിയിലൊന്നും ഞാൻ പതറില്ല, ഞാൻ വിറച്ചു പോവില്ല. നിങ്ങളെ വിഷം കുത്തിവെച്ചാണ് ഞാൻ സാഗർ കുടുംബത്തിനെതിരെ പ്രതികാരത്തിനിറങ്ങിയത്. എന്തൊക്കെ കള്ളക്കഥകളാ ആ നല്ല മനുഷ്യർക്കെതിരെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അയാളുടെ കാല് കഴിഞ്ഞ് വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്നോ? അല്ല, നിങ്ങൾ എന്നെ തട്ടിയെടുത്തതാ. ഏതോ ഒരു പാവ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ തട്ടിയെടുത്തു. എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഏതായാലും ബെല്ലാമിന്റെ മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാകുന്ന സുമിത്ര അടുത്ത അടവെടുക്കുകയാണ്. അതായത് കള്ളക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ബെല്ലാമനോട് പറയും, നീ എന്തൊക്കെയാടാ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത്? എന്നാൽ ബെല്ലാമൻ അത് അഭിനയമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. വീണ്ടും അഭിനയം. ആദ്യം ഷൗട്ട് ചെയ്തു, അത് ക്ലച്ച് പിടിക്കില്ലെന്ന് കണ്ടപ്പോൾ കള്ളക്കരച്ചിൽ. അല്ലേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്? പിന്നെ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. എന്തിനാണെന്നറിയൂ? ശത്രുതയ്ക്ക് വേണ്ടിയാണെങ്കിലും സാഗർ സാറിന്റെ കുടുംബമായിട്ട് ഒരടുപ്പം ഉണ്ടാക്കി തന്നതിന്. വഞ്ചന അറിയാത്ത രണ്ട് മുഖങ്ങളെ എനിക്ക് കാണാൻ പറ്റി. അവരാണ് സാഗർ സാറും സുജാത മാഡവും. അവരെ ഞാൻ എന്റെ അച്ഛനും അമ്മയും പോലെയാണ് ഇപ്പൊ കാണുന്നത്. സാഗർ സാറിന്റെ കാല് പിടിച്ചത് അദ്ദേഹത്തെ അച്ഛനായിട്ട് കണ്ടിട്ട് തന്നെ അതൊരു മാപ്പ് ചോദിക്കൽ കൂടെ. അവരോട് ചെയ്തതിനെല്ലാം ഉള്ള മാപ്പ് പറച്ചിൽ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. നിങ്ങളുമായിട്ട് ഇനി എനിക്ക് ഒരു ബന്ധവുമില്ല. ഇനി എന്നെ കാണാനും വരരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ് എന്നും പറഞ്ഞ് സുമിത്രയ്ക്ക് നല്ലൊരു ഉഗ്രൻ ഡോസ് തന്നെ കൊടുത്തിട്ട് ബെല്ലാമൻ പോകുന്നുണ്ട്. സുമിത്രയാണെങ്കിലും ആകെ ചമ്മി നിൽപ്പുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ അടുത്തേക്ക് കൺമണിയും കൃഷ്ണനും കൂടെ ചെല്ലുകയാണ്. അവരെ കണ്ടിട്ട് വാസുകി ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? എങ്കിൽ മതി സംസാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം. അപ്പൊ കൃഷ്, ആദ്യം ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതും നീ ഒന്നും പറയണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ മുന്നോട്ട് വരികയാണ്. എന്നാൽ കൃഷ് അവരോട് ചോദിക്കും, എന്നെ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്? എന്നാൽ കൃഷിന്റെ ഈ ഒരു വരവ് സമരം നിർത്തിക്കാനുള്ള എന്തോ ഒരു ഉടായ്പ മാർഗമായിട്ടാണെന്നാണ് അയ്യപ്പൻ പറയുന്നത്. അപ്പൊ കൃഷി അയാളോട് ചോദിക്കും, ഒരാൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണ്ടേ പ്രതികരിക്കാൻ? അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അത് കേൾക്കുന്ന തൊഴിലാളികൾ എല്ലാവരും സമരം നിർത്തുന്നത് അവസാനിപ്പിച്ച് കൃഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കൃഷി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. വാസുകയാണെങ്കിലും കൃഷിനോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാൻ ആവശ്യപ്പെടും. കൃഷി പറഞ്ഞു തുടങ്ങുകയാണ്, പഴയ ഉടമകള് ഫാക്ടറി കേണൽ സാറിന് വിൽക്കുമ്പോൾ നിങ്ങളുടെ ശമ്പള കുടിശ്ശികയെ പറ്റി അറിയിച്ചിട്ടേ ഇല്ല. പിന്നീട് പുതിയ മാനേജ്മെന്റ് ആണ് വന്നിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം പോലും നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫാക്ടറി നഷ്ടത്തിലായപ്പോഴാണ് പഴയ ഉടമകൾ പുതിയ മാനേജ്മെന്റിന് ഫാക്ടറി കൈമാറിയത്. ദുഷ്ടബുദ്ധി ഒന്നുമില്ലാത്ത ഒരു നല്ല മനസ്സാണ് കേണൽ സാറിന്റെ. അതിന്റെ ഉദാഹരണമാണല്ലോ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സമരം കാരണം ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കാൻ പുതിയ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല. ഇത്രയും കേൾക്കുന്നത് വാസുകി ചോദിക്കുന്നുണ്ട്, പരിഹാരം എന്താണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കൃഷി അപ്പൊ അവരോട് പറയും, നിങ്ങൾ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഏതാണ്ട് 62 ലക്ഷം രൂപ വരും അല്ലെ? പക്ഷെ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ അതെങ്ങനെ നിങ്ങൾക്ക് തരും? അത് ചോദിക്കുന്ന ന്യായമാണോ? എന്നാൽ കൃഷിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളെ ന്യായമൊന്നും നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്നും കാര്യം പറയാനും വാസുകി ആവശ്യപ്പെടുമ്പോൾ പരിഹാരം ഇതാണെന്നും, അതായത് ഒരു 3 മാസത്തേക്ക് നിങ്ങൾ അധിക സമയം ഫാക്ടറിയിൽ ജോലി ചെയ്യണം. ഇത്രയും കേൾക്കുന്നതും തൊഴിലാളികള് കൃഷ്ണനോട് നിർത്താൻ പറയുന്നുണ്ട്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട, മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകാൻ പറ്റില്ലെന്നൊക്കെ അയ്യപ്പൻ ഭീഷണിയും കൂടെ മുഴക്കുമ്പോൾ കൃഷ് അവരോട് കൂളായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. ആദ്യം ഞാൻ പറയുന്നൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കുക. ഞാൻ പറയാൻ തുടങ്ങിയത് അതിൽ നിന്നും വരുന്ന അധിക വരുമാനത്തില് നിങ്ങളുടെ ശമ്പള കുടിശ്ശിക നൽകാൻ മാനേജ്മെന്റിന് സാധിക്കുമെന്നാണ്. ഫാക്ടറി പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതോടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ശമ്പളം നിങ്ങൾക്ക് നൽകാൻ മാനേജ്മെന്റിന് കഴിയും. എന്നാൽ കൃഷിന്റെ ഈ മാർഗങ്ങളൊന്നും അയ്യപ്പനും മറ്റു ചില തൊഴിലാളികൾക്കും സ്വീകാര്യമാവുന്നില്ല. അടുത്ത തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്. ചെയ്ത ജോലിക്കോ ശമ്പളം കിട്ടിയില്ല, ഇനിയിപ്പോ അധിക ജോലി കൂടെ ഞങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ച് കൃഷിനെ ചോദ്യം ചെയ്യാൻ അവർ ഒരുങ്ങുമ്പോൾ കൃഷി അവരോട് താഴ്മയോടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ ജോലി ചെയ്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ശമ്പള കുടിശ്ശികയെല്ലാം മാനേജ്മെന്റിന് തന്നു തീർക്കാൻ സാധിക്കും. ഓരോ മാസവും ചെറിയ അഡ്വാൻസും തരാൻ മാനേജ്മെന്റിനോട് ഞാൻ പറയാം. എന്നാൽ ഇത് കേട്ടിട്ടും പറ്റില്ലെന്ന് പറഞ്ഞ് അയ്യപ്പനും മറ്റു തൊഴിലാളികളും
സമരം ചെയ്യാൻ തന്നെ തുടങ്ങുകയാണ്. എന്നാൽ വാസുകിയാണെങ്കിൽ കൃഷിന്റെ വാക്കുകളിൽ എന്തോ ഒരു വിശ്വാസത കൊടുക്കുന്നുണ്ട്. തൊഴിലാളികൾ ഒട്ടും വഴങ്ങുന്നില്ലെന്ന് കാണുന്ന കൺമണി അവരോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. അതേസമയം വാസുകി തൊഴിലാളികളോട് നിർത്താൻ പറയുന്നുണ്ട്, സമരം ചെയ്യുന്ന അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് കൺമണിയെ പറയാൻ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി അവരോട് പറയും, നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നല്ലൊരു ഓഫർ വരുമ്പോൾ അത് തട്ടിക്കളയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിശൂന്യർ. ഇത് നല്ലൊരു കരാറല്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ തിരിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു പാക്കേജ് നിങ്ങൾ ഇങ്ങോട്ട് പറയുക, നിങ്ങളൊരു പരിഹാര മാർഗം ഇങ്ങോട്ട് പറ. എന്തായാലും മറ്റേ കമ്പനി നിങ്ങളെ പറ്റിച്ച കാശ് ഒരുമിച്ചെടുത്തു തരാൻ ഇപ്പോഴത്തെ ഉടമയുടെ കയ്യിലില്ല. ആ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള പാക്കേജാണ് നിങ്ങളുടെ മുന്നിൽ ക്രിഷ് സാർ ഇപ്പൊ വെച്ചിട്ടുള്ളത്. ഇതല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള പ്ലാൻ നിങ്ങൾ ഞങ്ങളോട് പറ, ഞങ്ങൾ കേണൽ സാറിനോട് സംസാരിക്കാം. ഞാനും ഒരു കമ്പനിയിലെ ജീവനക്കാരിയാണ്. എന്റെ കമ്പനി നഷ്ടത്തിലാണെന്ന് പൂർണ്ണ ബോധം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ കമ്പനിക്ക് വേണ്ടി ഒന്നല്ല, ചിലപ്പോൾ 2-3 മണിക്കൂർ അധികം ജോലി ചെയ്യുന്നു വരും. അതെന്റെ കടമയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നീതി നിങ്ങൾക്ക് മാത്രം പോരല്ലോ, വഞ്ചിക്കപ്പെട്ട ഒരു ഫാക്ടറി ഉടമയ്ക്കും നീതി കിട്ടണ്ടേ? വാസ്തവത്തില് നിങ്ങൾക്ക് ശമ്പളം തരാതെ പറ്റിച്ചത് പഴയ ഉടമയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ വീട്ടുപടിക്കല് സമരത്തിന് പോകുന്നില്ല? കാര്യം എളുപ്പം നടക്കാൻ ഇതാണ് പറ്റിയ മാർഗമെന്ന് നിങ്ങൾക്കും അറിയാം. ഇതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പെട്ടെന്ന് ഫാക്ടറി തുറക്കാനും നിങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയാനുമുള്ള പരിഹാരമാണ് ക്രിഷ് സാർ ഇപ്പൊ പറഞ്ഞത്. അതല്ലാതെ മറ്റെന്തെങ്കിലും പരിഹാരം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ, ഈ നിൽക്കുന്ന ക്രിഷ് സാറ് ഇവിടുത്തെ സൂപ്പർവൈസർ ഒന്നുമല്ല, കേരളത്തിലെ ഒരു വലിയ കമ്പനിയുടെ MD ആണ്, അലിക ഡിസൈൻസിന്റെ. ഒരു സ്ഥാപനം നടത്തുന്നതിലെ ബുദ്ധിമുട്ടും ജീവനക്കാരുടെ ക്ഷേമവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കൂടെയാണ് ക്രിഷ് സാറ്. ഇങ്ങനെയെല്ലാം കൺമണി അവരോടായിട്ട് പറയുമ്പോൾ കൺമണി പറയുന്നതിലും കഴമ്പുണ്ടെന്ന് തോന്നുകയാണ് തൊഴിലാളികൾക്ക്.